ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഈ ഒരു മയിലിനെ കണ്ടോ? നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പം നമുക്കൊരു മാവുണ്ട്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്നൊരു മയിലാണ്. മിക്കപ്പോഴും മയിൽ വരാറുണ്ട് ഇവിടെ. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി എടുത്ത വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വന്നേക്കുന്നത്. തുണി കുറേ ഉണങ്ങി കിട്ടിയായിരുന്നേ. ഇടയ്ക്ക് മഴയൊക്കെ ആണെങ്കിലും കുറച്ചായിട്ട് മാറ്റി ഒക്കെ ആയിട്ട് അതെല്ലാം ഉണക്കിയെടുത്തു, എല്ലാം മടക്കി വെച്ച്. പിന്നെ അതിനുശേഷം ചായ വെച്ചില്ലായിരുന്നു. പിന്നെ ഞാനും മക്കളും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. എല്ലാവരും ക്ഷമിക്കണം, ഇതിൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ വോയിസ് ഇടുന്നതിലും ഈ ഇമേജസിലും കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ശരിക്കും പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ചായയൊക്കെ പതുക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. പിന്നെ വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി. അതിൻ്റെ വീഡിയോ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ. പിന്നെ അതിനുശേഷം രാത്രിയിലത്തേക്കുള്ള പരിപാടികളാണ്. ഇന്ന് രാത്രി ചപ്പാത്തിയും പൊടിമാസുമാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടിയെല്ലാം കുഴച്ചെടുത്ത്. ചിലപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കുഴയ്ക്കുമേ. അപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ പാൽ ഒഴിച്ചില്ല, കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ ഒരു പൊട്ട് എണ്ണയും കൂടി ഇട്ടാണ് ഞാൻ കുഴച്ചെടുത്തത് ഞാൻ. ഇത് മോള് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചേക്കുവാണ്. അതൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയോളും. പൊടിമാസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ വേണമെങ്കിൽ കരിവേപ്പില ഇടാം. ഞാൻ പിന്നെ കരിവേപ്പില ഇട്ടില്ല. ഞാൻ വെച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരിവേപ്പില ഇട്ടില്ലായിരുന്നു. കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സവാളയും 2 പച്ചമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത്. അതൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാത്രം വരെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ശകലം മുളക് പൊടി ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്. പിന്നെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നന്നായിട്ട് നുടച്ചിട്ട് ഈ നമ്മൾ തിളച്ച വെള്ളമുണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റുന്നതിന് വരെ ഒന്ന് ഇളക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. പിന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇടണം. നല്ല ടേസ്റ്റി കറിയായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.